ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിനെ കൊല്ലാൻ വേണ്ടി സരയു എത്തുന്നത് കല്യാണി തിരിച്ചറിയുകയാണ്. വേഷം മാറിയിട്ട് പോലും കല്യാണി തിരിച്ചറിയുന്നുണ്ട്. കല്യാണി അവിടുത്തെ നഴ്സുമാരോട് ചെന്ന് ഓടിച്ചെന്ന് പറയുകയും നഴ്സുമാർ ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റുകയും മരണത്തിന്റെ വക്കിൽ നിന്ന് മനോഹറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കല്യാണി അവിടെ ഉണ്ടെന്ന് സരയു തിരിച്ചറിയുന്നില്ല. കുഞ്ഞിനെ കാണിക്കാൻ വന്നതാണ്, കൺമണി മോളെ മനോഹറിന് കാണിക്കാൻ വന്നതാണ് കല്യാണി. അങ്ങനെ കല്യാണി പെട്ടെന്ന് തന്നെ തിരികെ ഓഫീസിലേക്ക് കമ്പനിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് കിരണിനോട് കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും അവളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കേസാക്കുന്നതിന് മുമ്പ് അവളെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളെ നമുക്ക് എങ്ങനെയും രക്ഷിച്ചല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് കിരൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട്, അതായത് SI പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ ഒരു കൊലയാളി ഒളിഞ്ഞിരിപ്പുണ്ട്, അവളെ സൂക്ഷിക്കണം, അവള് അപകടകാരിയാണ് എന്ന് പറയാണ്. എന്തായാലും ജാമ്യത്തിലെടുത്തേ പറ്റൂ, കേസാക്കി പോയി എന്ന് പറയാണ്. അങ്ങനെ ജാമ്യത്തിലൊക്കെ നമ്മുടെ സരയുവിനെ ജാമ്യത്തിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ മനോഹറിനെ കാണാൻ വേണ്ടി വീണ്ടും കല്യാണി പുറപ്പെടുകയാണ് കൺമണി മോളെയും കൊണ്ട്. അങ്ങനെ കൺമണി മോളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മനോഹറിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗയെയാണ്. അങ്ങനെ ഗംഗ ആണെങ്കിൽ നമ്മുടെ അമലുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമലു ഗംഗയെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പറ്റിക്കുകയാണ് ഗംഗ ചെയ്യുന്നത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് വേലു വീണ്ടും മൂപ്പനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല നമ്മൾക്ക് അറിയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ അസുഖമൊക്കെ മാറിയില്ലേ, അവനെ പുറത്ത് ഇറക്കി വിട്, അല്ലെങ്കിൽ അവനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നിങ്ങനെ പറയുകയാണ് മാമ എന്ന് വേലു പറയുമ്പോൾ മൂപ്പൻ പറയുന്നുണ്ട്, എടാ അവനങ്ങനെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല, കാരണം അവനെ അന്വേഷിച്ച് ആരൊക്കെയോ ഈ കാട്ടിലോട്ട് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അന്വേഷിച്ച് വരുന്നവർ അത് അവൻ്റെ ശത്രുക്കളാണ്, അവനെ ശത്രുക്കൾ ഓടിച്ചു വിട്ടതല്ലേ ഈ കാട്ടിലോട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവന് മരണത്തിന് വിട്ടു കൊടുക്കരുത്. അങ്ങനെ ആര് ചോദിച്ചു അവനെ വന്നു കഴിഞ്ഞാലും അവനെ നമ്മൾ കാണിച്ചു കൊടുക്കരുത്. അത് നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയായിരിക്കണം. അവനൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ ജീവൻ അവന് ആപത്ത് നൽകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തിനു പറയുന്നു, ഫോറസ്റ്റ് ഓഫീസർ വന്നു കഴിഞ്ഞാൽ പോലും അവരോട് പോലും ഈ ഒരു കാര്യം പറയരുതെന്നല്ലേ വിനായകൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മൂപ്പൻ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതൊന്നും കേട്ടിട്ട് വേലുവിന് അത്ര താല്പര്യം തോന്നില്ല, വേലുവിന് അത്ര ഇഷ്ടമില്ല. വേലുവിന് ഇവൻ്റെ കാര്യത്തിൽ, ഗംഗയുടെ കാര്യത്തിൽ നല്ല സംശയവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ തൻ്റെ പെണ്ണിനെ പ്രണയിക്കുന്ന വേലുവിൻ്റെ പെണ്ണിനെ പ്രണയിക്കുന്ന ഗംഗയുടെ ഒരുപാട് ദേഷ്യം തോന്നുകയൊക്കെയുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.